لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനും പരമദയാപരനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പച്ച പിടിച്ചതായി ജീവിക്കുന്ന വിശ്വാസിനികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് റബീഉൽ അവ്വൽ 12 മദീനത്തുർ റസൂൽ വിറങ്ങലിച്ച ദിവസമാണിന്ന്. പ്രവാചകന്റെ ലക്ഷക്കണക്കായ സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞ ദിവസമാണിന്ന്. വൈകാരികമായ ഒരുപാട് രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ദിവസവുമാണിന്ന്. മദീനയിലുടനീളം ദുഃഖം തളം കെട്ടി നിൽക്കുകയും നിശബ്ദതയോടുകൂടി ദിനങ്ങൾ തള്ളി നീക്കുകയും ചെയ്തിട്ടുള്ള ദിവസമാണ് ഇന്ന്. കാരണം ഇത്രത്തോളം ദുഃഖവും വ്യസനവും പ്രയാസവും ആ സ്വഹാബത്തിലുണ്ടാകുവാനുള്ള കാരണം അവർ ജീവനേക്കാൾ അധികം സ്നേഹിച്ചിരുന്ന മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നതാണ്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധത്തിലുള്ള സ്നേഹപ്രകടനങ്ങളായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പ്രകടിപ്പിച്ചിരുന്നത് എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ലോകത്തൊരുപാട് ഭരണാധികാരികളും നേതാക്കന്മാരും രാജാക്കന്മാരും അങ്ങനെയുള്ള ആളുകളൊക്കെ കടന്നുപോയിട്ടുണ്ട്. അവരോടൊക്കെയുള്ള അടുപ്പവും സ്നേഹവുമെല്ലാം ഒരുപക്ഷെ ഭൗതികമായ ഏതെങ്കിലും ലക്ഷ്യമോ
താല്പര്യമോ ഒക്കെയായിരിക്കും. എന്നാൽ അങ്ങനെ യാതൊരു ലക്ഷ്യവും താല്പര്യങ്ങളുമില്ലാതെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ആളുകളായിരുന്നു പ്രവാചകന്റെ അനുചരന്മാർ. ആ പ്രവാചകനോട് ഒട്ടി നിന്നിരുന്ന പ്രവാചകന്റെ ഭാര്യമാർ. ആ പ്രവാചകൻ വഫാത്താകുന്ന സമയത്ത് 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. പട്ടിണിയിലും പരിവട്ടത്തിലും പ്രവാചകനോടൊപ്പം ജീവിച്ചവരാണവർ. ഒരിക്കൽ അല്പമൊന്ന് റേഷൻ വർദ്ധിപ്പിച്ചു കിട്ടുവാൻ വേണ്ടി അവരെല്ലാവരും ഒന്നിച്ച് പ്രവാചകനോട് പരാതിപ്പെട്ടു. എന്താണ് മറുപടി പറയേണ്ടത് എന്നറിയാതെ പ്രവാചകൻ വിഷമിക്കുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ അഹ്സാബിലെ 28-ാമത്തെ വചനവുമായി പ്രവാചകന്റെ അടുക്കൽ വരികയാണ്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദനൽ ഹയാത്തദ് ദുനിയ വസീനതഹാ ഫതആലൈന എന്ന് തുടങ്ങുന്ന ആ വചനത്തിൽ പ്രവാചകരെ, അങ്ങയുടെ ഭാര്യമാരോട് അങ്ങ് പറയുക, നിങ്ങൾ ഐഹിക ജീവിതത്തിൻ്റെ സുഖവും സമൃദ്ധിയുമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, ഇവിടെയുള്ള സുഭിക്ഷതയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ, ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്ത് പിരിച്ചയക്കാം. സമ്പന്നരായ മറ്റു ഭർത്താക്കന്മാരെ തേടി നിങ്ങൾക്ക് പോകാം. അതല്ല, വഇൻ കുൻതുന്ന തുരിദനല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അതുപോലെ പാരത്രിക ജീവിതത്തെയുമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അലീമ, നിങ്ങളിൽ നിന്ന് നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലമുണ്ട് എന്ന വചനം അവർ ഓതിക്കൊടുക്കുകയാണ്. അഥവാ നിങ്ങൾക്ക് ദുനിയാവിലെ ആഗ്രഹങ്ങളാണ് എങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്ത് പിരിച്ചയക്കാം. അവർ ഒന്നടങ്കം എടുത്ത തീരുമാനം, പ്രവാചകരെ, എന്ത് പട്ടിണിയായാലും പരിവട്ടമായാലും അങ്ങയുടെ ഭാര്യമാർ, അതുവഴി വിശ്വാസിമാരുടെ ഉമ്മമാർ എന്ന പരിഗണന മതി ഞങ്ങൾക്ക്, എല്ലാം സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ്. അവരുടെ കൂട്ടത്തിൽ പ്രവാചകൻ വഫാത്തായത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ വെച്ചാണ്. ആ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ആ മരണപ്പെട്ട ആ രംഗവുമെല്ലാം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇന്ന മിൻ നിഅമില്ല അലയ്യ ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ ഫീ ബൈതി വഫീ യൗമി വബൈന സഹരി വനഹരി വഅന്ന അല്ലാഹ ജമഅ ബൈന റീഖി വറീഖിഹി ഇൻദ മൗതിഹി. അല്ലാഹുവിൻ്റെ പ്രവാചകൻ എൻ്റെ വീട്ടിൽ വെച്ച് എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള ദിവസത്തിൽ എൻ്റെ ഉമിനീരും പ്രവാചകന്റെ ഉമിനീരും ഒന്നായിക്കൊണ്ട് എൻ്റെ മാറിടത്തിൻ്റെയും എൻ്റെ മടിയുടെയും ഇടയിൽ വെച്ചുകൊണ്ടാണ് മരണപ്പെട്ടിരിക്കുന്നത്, വഫാത്തായിരിക്കുന്നത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ ഏറ്റവും വലിയ നിഅ്മത്തായി ഞാൻ കാണുകയാണ്. എൻ്റെ വീട്ടിൽ വെച്ചാണ്, എൻ്റെ ദിവസത്തിലാണ്, എൻ്റെ മാറിടത്തിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ടാണ് ആ പ്രവാചകൻ മരണപ്പെട്ടത് എന്നത് വലിയ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. എൻ്റെ ഉമിനീരും പ്രവാചകന്റെ ഉമിനീരും ഒന്നായി. കാരണം ആ സമയത്ത് ആയിഷ ബീബിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വന്നപ്പോൾ അറാക്ക് എന്ന പല്ല് തേക്കുന്ന കൊള്ളിയുണ്ടായിരുന്നു. പ്രവാചകൻ വളരെ ഇഷ്ടപ്പെടുന്ന, പല്ല് തേക്കാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന. അപ്പൊ അത് നോക്കി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആയിഷ ബീബി അത് വാങ്ങി സ്വന്തമായി പല്ല് തേക്കാൻ കഴിയാത്ത അനാരോഗ്യത്തിലേക്കെത്തിയ പ്രവാചകന് അത് സ്വന്തം വായിൽ വെച്ചുകൊണ്ട് കടിച്ച് ചവച്ച് അത് മാർദ്ദവപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് പ്രവാചകന് പല്ല് തേച്ചു കൊടുത്തു. അപ്പോൾ ആയിഷ ബീബിയുടെ ഉമിനീരും പ്രവാചകന്റെ ഉമിനീരും ഒന്നായി. അത്രക്ക് പ്രവാചകനോട് ഈ ഒപ്പം ജീവിച്ച ആ കാലത്തെ ഓർമ്മിച്ചെടുക്കുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ കാലശേഷം 48 കൊല്ലം ജീവിച്ചു. പ്രവാചകന്റെ കാലശേഷം 48 കൊല്ലം ആയിഷ ബീബി ജീവിച്ചു. 47 റബിയുൽ അവ്വൽ ഏതായാലും കഴിഞ്ഞു പോയിട്ടുണ്ടാകും. എന്നാൽ ആ മഹദി റബിയുൽ അവ്വൽ മാസത്തിൽ ഒന്നും ചെയ്തില്ല.
പ്രത്യേകമായ എന്തെങ്കിലും ദിക്റുകൾ ചൊല്ലിയില്ല. എൻ്റെ ഭർത്താവായ വിശ്വാസികളുടെ അവസാനത്തെ ദൂതനായ മുഹമ്മദ് നബിയുടെ ജന്മദിനമാണ്, ജന്മമാസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാരക്ക പോലും ദാനം ചെയ്തില്ല. ഒരു അര ഫർസഖ് പോലും അവർ ജാഥ നടത്തിയില്ല. ഏതെങ്കിലും രൂപത്തിൽ ആളുകളെ ആ മഹദി സംഘടിപ്പിച്ചില്ല. 48 കൊല്ലം ജീവിച്ചിട്ട്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ ഇസ്ലാം തന്നിട്ടുള്ള ഒരു അളവുകോലുണ്ട്. ആ അളവുകോലിൽ ഈ ജന്മദിനാഘോഷം എന്നത് പെടുകയില്ല എന്നതാണ്. പ്രവാചകന്റെ മറ്റൊരു ഭാര്യയായിരുന്നു ഉമ്മു സലമ ബീബി റളിയല്ലാഹു തആല അൻഹ. വളരെ വലിയ ചരിത്രമുണ്ട്. മദീനയിലേക്ക് ആദ്യമായി ഹിജ്റ പോയിട്ടുള്ള മഹദി, ആദ്യമായി ഹിജ്റ പോയിട്ടുള്ള വലിയ കുടുംബത്തിൽ പിറന്നവളാണ്. അങ്ങനെ ആ ഹിജ്റ പോയി അവിടെ വെച്ചുകൊണ്ട് അബൂസലമ നേരത്തെ പോയിരുന്നു, അവിടെ ഒന്നിച്ച് ജീവിച്ചു. പിന്നീട് ഉഹുദിൽ വെച്ചുകൊണ്ട് അബൂസലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അബൂസലമ മരണപ്പെട്ടപ്പോ ഈ ഭാര്യ വിധവയാകുകയാണ്. മദീനയിൽ നിന്ന് കുടുംബക്കാരൊക്കെ കൈയൊഴിച്ച് ഉന്നത തറവാട്ടുകാരിയായി കടന്നു വന്ന ഉമ്മു സലമ ബീവിക്ക് 4 ചെറിയ മക്കളുണ്ട്. പറക്കമുറ്റാത്ത 4 മക്കൾ. പ്രവാചകൻ ഉമ്മു സലമ ബീവിക്ക് സംരക്ഷണം നൽകി വിവാഹം കഴിച്ചു. അങ്ങനെ പ്രവാചകന്റെ പത്നിയായി. പ്രവാചകന്റെ കാലശേഷം 51 കൊല്ലം ജീവിച്ചു. അരനൂറ്റാണ്ടിലധികം പ്രവാചകൻ വഫാത്തായതിനു ശേഷം അരനൂറ്റാണ്ടിലധികം 51 കൊല്ലം പ്രവാചകന്റെ കിടപ്പറ മണിയറ പങ്കിട്ട, പ്രവാചകന്റെ ശ്വാസത്തോടൊപ്പം ജീവിച്ചിട്ടുള്ള ആ മഹദി 51 കൊല്ലം ജീവിച്ചിട്ട് ആ കാലത്തിനിടക്ക് കഴിഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ പ്രത്യേകിച്ചൊരു കാര്യവും ചെയ്തില്ല. അന്നൊരു സന്തോഷിക്കേണ്ട ദിവസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും ചെയ്തില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ നമുക്കറിയാം. പ്രവാചകൻ വഫാത്തായി. പിന്നീട് പ്രവാചകന്റെ പ്രവാചകനോടൊപ്പം ആ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എത്തിയത് ഫാത്തിമ ബീബിയാണെങ്കിലും പ്രവാചകന്റെ കാലശേഷം ആ രൂപത്തിലുള്ള ഒരു ജന്മദിനാഘോഷത്തിന് ഒരിക്കലും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയിലും നമുക്ക് മാതൃക കാണുവാൻ സാധിക്കുന്നില്ല. അബൂബക്കർ സിദ്ദീഖും ഉമർ റളിയല്ലാഹു അൻഹുമെല്ലാം കഴിഞ്ഞ ഖുതുബയിൽ നാം ചർച്ച ചെയ്യുകയുണ്ടായി. അതുപോലെ മറ്റൊരു സംഭവമാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. പ്രവാചകനോട് എപ്പോഴും സഹവസിച്ചിരുന്ന ഒരു സ്വഹാബിയായിരുന്നു അദ്ദേഹം. എപ്പോഴും പ്രവാചകന്റെ കൂടെ കഴിയണം, പ്രവാചകന്റെ ഉപദേശം കേൾക്കണം. ഒരിക്കൽ വീട്ടിലേക്ക് പോയി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ നബിയുടെ അടുക്കലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. മുഖത്ത് വല്ലാതെ ദുഃഖം നിഴലിച്ചു നിൽക്കുന്നു. എന്തെന്നില്ലാത്തൊരു പ്രയാസം. നബി ചോദിച്ചു, അല്ല മാലിയറാക്ക മഹസൂന, എന്താ നിന്നെ വളരെ ദുഃഖിതനായി കാണുന്നുവല്ലോ, എന്താ സൗബാനെ സംഭവിച്ചത്? വീട്ടിൽ വല്ല പ്രശ്നവും ഉണ്ടായോ? വല്ല കുടുംബ കലഹവും ഉണ്ടായോ? അങ്ങനെ വല്ല സംസാരവും ഉണ്ടായോ? എന്താണ് സംഭവിച്ചത് സൗബാനെ എന്ന് ചോദിച്ചപ്പോ സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് മറുപടി പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഇപ്പം നിങ്ങളടുക്കുന്ന വീട്ടിലേക്ക് പോയിട്ടേ ഉള്ളൂ. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് അങ്ങയെ കാണാൻ പൂതിയായി, ആഗ്രഹമായി. അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ അങ്ങയുടെ അടുക്കലേക്ക് ഓടി വരികയാണ്. എൻ്റെ മുഖത്തെന്താണ് ദുഃഖം എന്ന് ചോദിച്ചില്ലേ? അത് എന്താണെന്നറിയുമോ? ഇതൊക്കെ എൻ്റെ ആഗ്രഹം ഇവിടെ വെച്ചേ സാധിക്കുകയുള്ളൂവല്ലോ എന്ന ദുഃഖമാണ് എനിക്കുള്ളത്. കാരണം അങ്ങ് നാളെ മഹ്ശറയിലെത്തുമ്പോ, പ്രവാചകന്മാർക്കുള്ള സ്വർഗത്തിന്റെ ഉന്നത പദവികളെത്തുമ്പോ, എളിയവനായ സൗബാന് ഒരുപക്ഷെ സ്വർഗം കിട്ടിയാൽ തന്നെ എവിടെയെങ്കിലും അങ്ങയെ കാണാനും അങ്ങയുടെ സാമീപ്യം അനുഭവിക്കാനും അങ്ങയുടെ സംസാരം കേൾക്കുവാനും എനിക്ക് കഴിയുകയില്ലല്ലോ എന്ന വിഷമമാണ് പ്രവാചകരെ എൻ്റെ മുഖത്ത് അങ്ങ് നിഴലിച്ച് കാണുന്നത് എന്ന് പറഞ്ഞപ്പോ, എന്നെ ഇത്രയും സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഈ സ്വഹാബിയോട് ഞാൻ എന്ത് മറുപടി പറയണം എന്ന് പോലും പ്രവാചകൻ അറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി ഇറങ്ങി വരുന്നു. വിശുദ്ധ ഖുർആനിലെ വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന സൂറത്തുൻ നിസായിലെ 69-ാമത്തെ വചനം അവതരിക്കുകയാണ്. ആരെങ്കിലും അള്ളാഹുവിനെയും
അവന്റെ ദൂതനെയും ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ അവർ പ്രവാചകന്മാരുടെയും സിദ്ദീഖുമാരുടെയും ശുഹദാക്കളുടെയും ഒക്കെ കൂടെ അവർ സ്വർഗത്തിലായിരിക്കും. അവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ. അതുകൊണ്ട് കാണാൻ പറ്റൂല, അവരും അവരുടെ സാമീപ്യം ലഭിക്കൂല എന്ന വിഷമവും ദുഃഖവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ ആഗ്രഹം അവിടെ സ്വർഗത്തിലും സാധിക്കും എന്ന് സൗബാന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വചനം അവതരിക്കുന്നത്. എന്നാൽ ഈ സൗബാൻ റളിയല്ലാഹു അൻഹു സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി റബീഉൽ അവ്വൽ മാസത്തിൽ വല്ലതും ചെയ്തുവോ? ഏതെങ്കിലും രൂപത്തിൽ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചുവോ? വല്ലതും ദാനം ചെയ്തുവോ? ആ രൂപത്തിലുള്ള എന്തെങ്കിലും ചെയ്തുവോ? ഇല്ല. ചരിത്രത്തിൽ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സവാദ് റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ രണാങ്കണം ശത്രുക്കളുമായി പോരടിക്കുകയാണ്. ആ സമയത്ത് അന്ന് വരിയിൽ നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്യാറുള്ളത്. ആ വരിയിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു അല്പം മുന്നോട്ട് കയറി നിൽക്കുന്നു. പ്രവാചകൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി കൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റത്തൊന്ന് കുത്തിയിട്ട് പറഞ്ഞു, ഇസ്തവിയ സവാദ്, സവാദെ എല്ലാരും നിൽക്കുന്നത് കണ്ടില്ലേ, അതുപോലെ വരിയിൽ നേരെ നിൽക്കൂ. സവാദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, ഔജഅതിനി യാ റസൂലല്ലാഹ്, അള്ളാന്റെ പ്രവാചകരെ അങ്ങനെ വേദനിപ്പിച്ചു, എന്നോട് പറഞ്ഞാ പോരെയിരുന്നു, എന്തിനാ എന്റെ വയറ്റത്ത് കുത്തിയത്? അതുകൊണ്ട് എനിക്ക് അങ്ങയോട് പ്രതികാരം ചെയ്യണം എന്ന് ആ സമയത്ത് ആ അസന്നിഗ്ധ ഘട്ടത്തിൽ പ്രവാചകനോട് പറയുകയാണ്. പ്രവാചകന് തോന്നി പറഞ്ഞത് ശരിയാണ്, ഞാൻ കുത്തേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് പ്രവാചകൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വടി സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട്, തന്നെ ഞാൻ കുത്തിയതുപോലെ എന്റെ വയറ്റത്ത് കുത്തിക്കോ എന്ന് പറഞ്ഞ് പ്രവാചകൻ തന്റെ വസ്ത്രം ഷർട്ട് പൊക്കി കാണിച്ചു കൊടുക്കുകയാണ്. സവാദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ആ തിരുശരീരത്തിലേക്ക് കുറെ സമയം നോക്കി നിന്ന് ഓടി വന്നുകൊണ്ട് പ്രവാചകനെ കെട്ടിപ്പിടിച്ച് തുരുതുരാ ചുംബിക്കുകയാണ്. സഹാബത്തും മന്താളിച്ചു, പറഞ്ഞതല്ലല്ലോ ചെയ്തത്, എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 1000-ഓളം വരുന്ന ശത്രു സൈന്യം സർവ്വവിധ യുദ്ധസന്നാഹങ്ങളോടും കൂടി വന്നിട്ടുള്ള അവരുമായിട്ടാണ് നമുക്ക് ഏറ്റുമുട്ടുവാനുള്ളത്. ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയാൽ ജീവനോടെ തിരിച്ചു പോരും എന്ന ഒരു പ്രതീക്ഷയും എൻ്റെ മനസ്സിലില്ല. അതുകൊണ്ട് ആ യുദ്ധക്കളത്തിലേക്ക് മരണം വരിക്കുമെന്ന ഉറപ്പോട് കൂടിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. എന്നാൽ ഞാൻ ഈ ലോകത്ത് വെച്ച് ഭൂലോകത്ത് വെച്ചുകൊണ്ട് അവസാനമായി തൊട്ടത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരമാകട്ടെ എന്ന ചിന്തയാണ് നിങ്ങൾക്കിടയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, ആ സ്വഹാബിക്ക് പ്രവാചകനോട് എന്തുമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്ന്. ഇവരൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാര്യം മതപരമായി പഠിപ്പിച്ചുവോ ആ കാര്യങ്ങളെല്ലാം അതേ രൂപത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകളാണ്. എന്നാൽ അവരുടെ ജീവിതത്തിലും ഇങ്ങനെയൊരു ജന്മദിനാഘോഷത്തിന്റെ ചരിത്രം നാം കാണുന്നില്ല. ഇസ്ലാമിന്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ അടിമയായി ചാട്ടവാറടി കൊണ്ടുകൊണ്ട് ആ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് പോലും അഹദ് അഹദ് എന്ന് ഉച്ചരിച്ചിട്ടുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു, ആ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ വഫാത്തായതിനു ശേഷം മദീന വിട്ടു. മദീനയിൽ നിന്ന് പോയി ദമസ്കസിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. എന്തുകൊണ്ട്? പ്രവാചകനില്ലാത്ത ഒരു മദീനയിൽ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ആ പ്രവാചകന്റെ ഓർമ്മകൾ ആവിറക്കുന്ന ഈ സ്ഥലങ്ങളിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് പോയത്. ഒരിക്കൽ മദീനയിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സുന്ദരമായ ആ ശബ്ദത്തിലൊന്ന് ബാങ്ക് കേൾക്കാൻ സ്വഹാബത്തിന്റെ കൊതിയായി. അവർ പലരും ആവശ്യപ്പെട്ടപ്പോ വിസമ്മതിച്ചു, എനിക്ക് കഴിയില്ല, ഞാൻ ബാങ്ക് കൊടുക്കില്ല എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലും അദ്ദേഹം മദീനയിൽ ഒരിക്കൽ വന്നപ്പോ പലരും ആവശ്യപ്പെട്ടിട്ടും ബാങ്ക് കൊടുത്തില്ല. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാൽ താങ്കൾ ബാങ്ക് കൊടുക്കണം. വിസമ്മതിച്ചു. ഉമർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ എന്ന നിലക്കുള്ള എന്റെ കൽപ്പനയാണ്,
അതുകൊണ്ട് ബാങ്ക് കൊടുക്കണം എന്ന്. ബാങ്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അമീറുൽ മുഅ്മിനീന്റെ കൽപ്പനയാണ്. അങ്ങനെ ആ സമയത്ത് അദ്ദേഹം ബാങ്ക് വിളിക്കാൻ തയ്യാറായി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ ചൊല്ലി അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞപ്പോ ആ പദം പോലും പൂർത്തീകരിച്ച് പറയാൻ കഴിയാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് അദ്ദേഹം അവിടെ വീണു പോവുകയാണ്. കാരണം ആ പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ ആ മനസ്സിലേക്ക് കടന്നു വന്നപ്പോ ഒന്നുമല്ലാത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ ഇത്ര വലിയ സ്ഥാനവും പദവിയുമെല്ലാം നൽകിയിട്ടുള്ള ആ പ്രവാചകനെ ഓർത്തുകൊണ്ട് ആ പേര് പോലും ഉച്ചരിക്കാൻ കഴിയാത്ത വിധം ആ മനസ്സു നിറയെ പ്രവാചകനോടുള്ള സ്നേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരുപാട് കാലം ജീവിച്ചു. പക്ഷേ അവിടെയൊന്നും നമുക്ക് ഈ പുതിയ ഒരു ആചാരം കാണുന്നില്ല. ജന്മദിനാഘോഷം എന്ന് പറയുന്ന പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ടുള്ള ഇങ്ങനെയൊരു പരിപാടി അവരാരും നടത്തിയതായി കാണുന്നില്ല. അതുപോലെ അബൂ തിജാറ റളിയല്ലാഹു അൻഹു ഉഹുദിൽ ഷഹീദായി കിടക്കുകയാണ്. മുള്ളം പന്നിയെ പോലെയാണ്, അഥവാ ശത്രുക്കളുടെ ശരങ്ങൾ അദ്ദേഹത്തിന്റെ നേരെ വന്നിട്ട് ആ അമ്പുകൾ മുഴുവനും തന്റെ വിരിമാറി കാട്ടിക്കൊടുത്തുകൊണ്ട് പ്രവാചകനെ സംരക്ഷിച്ചുകൊണ്ടാണ് അബൂ തിജാറ റളിയല്ലാഹു അൻഹു ഈ ഭൂമിയോട് വിട പറയുന്നത്. ഇവരൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചവരാണ്. ആ സ്നേഹത്തിന്റെ വഴികൾ, ആ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ജീവിതം അന്വേഷിച്ചുകൊണ്ട് പോവുക, ആ രൂപത്തിൽ തന്നെ ജീവിക്കുക എന്ന ആ നിലപാട് സ്വീകരിച്ചവരായിരുന്നു. അതുപോലെ തന്നെ നസീബ, പെൺപുലി നസീബ എന്നറിയപ്പെടുന്ന, ഉമ്മു അമ്മാറ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹദി, ഉഹുദിന്റെ രണാങ്കണത്തിൽ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അന്ന് ശത്രു സൈന്യത്തിലാണ്, മുസ്ലിം ആയിട്ടില്ല. സർവവിധ യുദ്ധ കാര്യങ്ങളും അറിയുന്ന പ്രാവീണ്യമുള്ള ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആദ്യം തോറ്റോടിപ്പോയിട്ടുള്ള ആ ശത്രു സൈന്യം ഉഹുദിന്റെ മലമടക്കിലൂടെ പ്രത്യാക്രമണം നടത്തിയപ്പോ മുസ്ലിം സൈന്യം ഛിന്ന ഭിന്നമായി പോയി. പ്രവാചകനെ സംരക്ഷിക്കണം, ആ സംരക്ഷിക്കണം എന്ന ചിന്ത നസീബ റളിയല്ലാഹു അൻഹുവിനെ ഉണർത്തുകയാണ്. തന്റെ കൈകളിൽ വാളേന്തിക്കൊണ്ട് ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് കുതിക്കുകയാണ് ആ മഹദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ ആ രണാങ്കണത്തിൽ എൻ്റെ വലതുവശത്തേക്ക് നോക്കിയാൽ അവിടെ നസീബയാണ്, ഞാൻ എൻ്റെ ഇടതുവശത്തേക്ക് നോക്കിയാലും അവിടെ നുസൈബയാണ്, എവിടേക്ക് നോക്കിയാലും ഞാൻ അവളെ കാണുന്നു. അത്രയ്ക്ക് ശത്രുക്കളുമായി പോരടിച്ചുകൊണ്ട് മുത്തുനബിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന മഹദി നുസൈബ റളിയല്ലാഹു അൻഹ. നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഇതുപോലെയുള്ള ഒരുപാട് അധ്യായങ്ങൾ ഓരോ സഹാബിയുടെയും ജീവിതത്തിൽ നിന്ന്, ലക്ഷക്കണക്കായ സഹാബികളിൽ നിന്ന്, ഓരോ സഹാബികളുടെയും ജീവിതത്തിൽ നിന്ന് ഇതുപോലെയുള്ള നൂറുകണക്കിന് സംഭവങ്ങൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പതിറ്റാണ്ടുകളോളം ജീവിച്ചിട്ടുള്ള ആ സ്വഹാബ പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള ആളുകൾ, ആ ആളുകളുടെ ജീവിത കാലഘട്ടത്തിൽ ദീനിൽ ഇങ്ങനെയൊരു ആചാരം പുണ്യകർമ്മമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ അത് ചെയ്യേണ്ടതായിരുന്നു. കാരണം നബിയുടെ വായിൽ നിന്ന് ഒരു കാര്യം പുറത്തേക്ക് വീഴാൻ കാത്തു നിൽക്കുകയാണ് ആ സഹാബത്ത്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനമിറങ്ങി. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അതാണ് പുണ്യമാവുക. അല്ലാതെ നിങ്ങളുടെ ആവശ്യം കഴിച്ച് മിച്ചം വരുന്നത് കൊടുക്കുന്നത് പുണ്യത്തിന്റെ ഗണത്തിൽ വരില്ല. നിങ്ങൾ അത്യാവശ്യക്കാരായിരിക്കെ അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുമ്പോഴാണ് യഥാർത്ഥ പുണ്യമാവുക എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനമിറങ്ങിയപ്പോ അവരതാ പ്രവാചകന്റെ അടുക്കൽ തിരക്ക് കൂട്ടുകയാണ്, തിക്കും തിരക്കും കൂട്ടുകയാണ്. എന്തിനാണ്? ഈ ഖുർആനിന്റെ ആയത്തിൽ പറഞ്ഞതുപോലെ അത് പ്രാവർത്തികമാക്കാൻ ഓരോരുത്തരും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകുകയാണ്. അന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്, ഇവിടെയെങ്കിലും എനിക്ക് അബൂബക്കർ സിദ്ദീഖിനെ പരാജയപ്പെടുത്താം എന്ന് ഞാൻ കരുതിയിരുന്നു, പക്ഷെ ഇന്നും കഴിഞ്ഞില്ല. കാരണം അബൂബക്കർ സിദ്ദീഖ് വലിയ ധനികനല്ല, അതിനേക്കാൾ സമ്പത്തുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുവിനാണ്. സമ്പത്ത് കൊണ്ടുപോയപ്പോഴും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു, എന്താ സിദ്ദീഖേ ബാക്കിയുള്ളത് വീട്ടില്? അള്ളയും റസൂലും ബാക്കിയുണ്ട്, അള്ളാഹുവിലും ആ പ്രവാചകനുമുള്ള വിശ്വാസം, ബാക്കി എന്റെ കയ്യിൽ എന്തൊക്കെ സമ്പാദ്യമുണ്ടോ അതെല്ലാമാണ് പ്രവാചകരെ ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയത്. ഉമർ റളിയല്ലാഹു അൻഹു നൽകിയപ്പോ അബൂബക്കർ സിദ്ദീഖ് നൽകിയതിനേക്കാൾ അധികമുണ്ട്, മൂല്യത്തിൽ അധികമുണ്ട്. എന്നാൽ ആ കൊടുത്തപ്പൻ നബി ചോദിച്ചു, അല്ല എന്താ ഉമറെ വീട്ടിൽ ബാക്കിയുള്ളത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആകെ എൻ്റെ അടുത്തുള്ള സ്വത്തിന്റെ പകുതിയെ കൊണ്ടുവന്നിട്ടുള്ളൂ, പകുതി വീട്ടിൽ ബാക്കിയുണ്ട്. ഈ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല പുണ്യത്തിന്റെ കാര്യത്തിൽ എന്ന്. ഇങ്ങനെ ഓരോ വിഷയത്തിലും ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, അള്ളാഹുവിന്റെ പ്രവാചകനേക്കാൾ നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ല എന്ന വിശുദ്ധ ഖുർആനിലെ ഒരു വചനം ഇറങ്ങിയപ്പോ ഒരു സ്വഹാബി പള്ളിയിൽ വരാതായി, ജമാഅത്തിന് വരുന്നില്ല. നബി അന്വേഷിച്ചു. കാരണം ഒരാൾ രോഗിയാണോ എന്താണ് സംഭവം എന്നവർ അറിയാറുള്ളത് ജമാഅത്തിന് വരുന്നുണ്ടോ അല്ലേ നോക്കിയിട്ടാ. എന്തേ കുറച്ച് ഭക്തികളായല്ലോ, ഇന്നാലിന്ന വ്യക്തിയെ കാണുന്നില്ല. അന്വേഷിച്ചു പോയപ്പോ അയാൾ പറഞ്ഞു, എനിക്ക് ജമാഅത്തിന് പങ്കെടുക്കാൻ പൂതിയുണ്ട്, ഭാരിച്ച പുണ്യം നേടാൻ പൂതിയുണ്ട്, പക്ഷേ എന്റെ സംസാരം സ്വതവേ ലേശ ഉച്ചത്തിലാണ്. നബിയുമായി ഒരു പക്ഷേ സംസാരിക്കുമ്പോൾ നബിയുടെ ശബ്ദത്തെക്കാൾ അധികമായി പോകും എന്നതുകൊണ്ട്, ഉച്ചത്തിലായി പോകും എന്നതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. നബി അയാളെ വിളിച്ചു, കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അത് പ്രവാചകനോട് തർക്കിച്ചുകൊണ്ട് ഉച്ചത്തിലാവുന്നതിനെ കുറിച്ചാണ്, സ്വമേധയാ ഉള്ളതിനെ കുറിച്ചല്ല പറഞ്ഞത്. നബി മദീനയിലെത്തിയപ്പോ ആദ്യം താമസിച്ച വീടിന്റെ മുകൾ ഭാഗത്ത് താഴെ നബി താമസിക്കുകയും മുകളിൽ സ്വഹാബി താമസിക്കുകയും ചെയ്തപ്പോ അവിടെ ഉണ്ട് അവര് നടക്കുന്ന നടത്തത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ മുത്തുനബിയോടുള്ള സ്നേഹം പൂച്ച നടക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കാതെ. ഒരിക്കലും പാത്രം തട്ടി വീണ് വെള്ളം തൂവി എന്നാണ്. ആ തൂവിയ പാത്രത്തിലെ വെള്ളം അതവർക്ക് പുതപ്പ് കൊണ്ട്, ഉള്ള പുതപ്പ് അവർ കഠിനമായ ശൈത്യമുള്ളത് കൊണ്ട് അവർ പുതച്ചിരിക്കുകയാണ്, മൂടി പുതച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ തൂത്തുപോയ കളഞ്ഞുപോയ വെള്ളം അവർ നക്കി തുടച്ചു വൃത്തിയാക്കി എന്നാണ്, പ്രവാചകന്റെ താഴേക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ലക്ഷക്കണക്കായ സ്വഹാബത്ത് അള്ളാന്റെ ദീനിൽ ഒരു പുണ്യകർമ്മം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരത് ചെയ്യേണ്ടതല്ലേ? അവർ എത്രമാത്രം അത് അക്കാലഘട്ടത്തിൽ എത്രമാത്രം അതിനെ ആഘോഷിക്കുവാൻ പറ്റുമോ ആ രൂപത്തിൽ അവർ ആഘോഷിക്കുകയില്ലേ? നമുക്ക് വല്ല സംശയവും ആ വിഷയത്തിലുണ്ടോ? എന്നിട്ടും അവരാരും ആ റബീഉൽ അവ്വൽ മാസത്തിന് ഒരു പുണ്യവും കണ്ടില്ല എങ്കിൽ, അവർ ഒന്നും ആ മാസത്തിൽ നടത്തിയില്ല എങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് ദീനിൽപ്പെട്ടതല്ല. അതിൻ്റെ പരിവേഷങ്ങൾ ഏത് രൂപത്തിലുള്ളതായിരുന്നാലും, അതിൻ്റെ പുറംപൂച്ചുകൾ ഏത് രൂപത്തിലുള്ളതായിരുന്നാലും, ദീനിലൊരു കാര്യം പുണ്യമാകണമെങ്കിൽ അത് റസൂലുള്ളാഹ് പഠിപ്പിച്ചതിലായിരിക്കണം. ഒരു പ്രാർത്ഥന, ഉറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന ചെറുതും വലുതുണ്ട്. ആ വലിയൊരു പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക് എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തുണ്ട്, ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയ്യികല്ലദീ അർസൽത. നീ ഇറക്കിയ ഖുർആനിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, നീ അയച്ച പ്രവാചകനിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഒരിക്കൽ പ്രവാചകൻ ഒരു സ്വഹാബിയെ കൊണ്ട് ചൊല്ലിച്ചപ്പോ ആ സ്വഹാബിയെ ചൊല്ലിക്കൊടുത്തു. പക്ഷെ അവസാനം വബിനബിയ്യികല്ലദീ അർസൽത എന്നതിന് പകരം ആ സ്വഹാബി ചൊല്ലിയത് വബിറസൂലികല്ലദീ അർസൽത. നബി എന്ന പദത്തിന് പകരം റസൂൽ എന്ന പദം പ്രയോഗിച്ചു. അറബി ഭാഷാ നിയമപ്രകാരം നബി എന്ന പദത്തിനേക്കാൾ വിശാലമായ അർത്ഥം ലഭിക്കുക റസൂൽ എന്ന പദത്തിനാണ്. എന്നിട്ടും റസൂലുള്ള പറഞ്ഞു, ഞാൻ പഠിപ്പിച്ച അങ്ങനല്ല, ഞാൻ പഠിപ്പിച്ചത് വബി നബിയ്യിക എന്നാണ്. ഞാൻ പഠിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചൊല്ലണം. ആ പദം മാറ്റാൻ പോലും അവകാശം സ്വഹാബികളായ ആളുകൾക്ക് പോലും ഇല്ല. ഇത്രയ്ക്ക് കണിശമായ ദീനിൽ
ഒരു പ്രമാണവും തെളിവുമില്ലാതെ ബിദ്അത്തുകൾ കൊണ്ടുവന്നാൽ എന്ത് സമീപനമാണ് മുസ്ലിങ്ങളായ ആളുകൾ സ്വീകരിക്കേണ്ടത് എന്ന് ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. ആ നിലപാട് എന്താണോ അത് നമ്മളും സ്വീകരിക്കുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വിജയിക്കാനല്ല, നമുക്ക് ഈ ദുനിയാവിൽ ഏതെങ്കിലും രൂപത്തിലുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മരണപ്പെടാനുള്ളതാണ്. അവിടെ ചെന്നിട്ട് ഞാൻ ഇന്ന സംഘടനയിൽപ്പെട്ടവനാണ്, അതിൽ മെമ്പർഷിപ്പുള്ള ആളാണ്, അതിൽ ഇന്നത് കൊടുത്തവനാണ് എന്ന് പറഞ്ഞ പടച്ചോനെടുത്ത് രക്ഷപ്പെടൂല. അള്ളാന്റെ ദീൻ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ കഴിവിന്റെ പരമാവധി പ്രാവർത്തികമാക്കിയോ അങ്ങനെയുള്ള ആളെ അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടൂ. ആ നിലപാട് നമ്മൾ സ്വീകരിക്കുക. ഏത് നിലപാട് സ്വീകരിക്കണം എന്നതിൻ്റെ മാനദണ്ഡമുണ്ട്, അളവുകോലുണ്ട്. അതിനനുസരിച്ച് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസിക്കും ഇബാദുല്ലാഹി വനഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കലനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടാം മദ്ഹബിൻ്റെ ഇമാം, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറാഹ ഹസനത്തൻ. ആരെങ്കിലും ദീനിൽ ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയിട്ട്, പുതിയതായ ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് നല്ലതാണത് എന്നാരെങ്കിലും പറഞ്ഞാൽ വഖദ് സഅമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഖാന റിസാല, പ്രവാചകൻ തൻ്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം നബി എല്ലാം പഠിപ്പിച്ചിട്ടില്ല, കുറേ കാലം കഴിഞ്ഞ ശേഷം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എല്ലാം നബി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കൊണ്ടാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സുഫിയാനു സൗരി റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, ഇന്നൽ ബിദ്അത അഹബ്ബു ഇലാ ഇബ്ലീസ്. ബിദ്അത്ത് ചെയ്യിക്കാനാണ് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം. മദ്യപിപ്പിക്കുക, ഒരാളെ കള്ളുടിക്കാൻ പ്രേരിപ്പിക്കുക, വ്യഭിചാരം, പലിശ, ചൂതാട്ടം, ഇങ്ങനെയുള്ള ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കുന്നതിനേക്കാൾ ഇബ്ലീസിന് ഇഷ്ടം എന്താ? ബിദ്അത്ത് ചെയ്യിക്കാനാണ്. എന്നിട്ട് സുഫിയാനു സൗരി അതിന് കാരണം പറയുന്നു, ഫഇന്നൽ ബിദ്അത ലാ യുതാബു മിൻഹാ. ബിദ്അത്ത് ആരും തൗബ ചെയ്യൂല. കാരണം എന്താ? ഏറ്റവും നല്ല കാര്യമാണ് എന്ന് വിചാരിച്ചാണല്ലോ അത് ചെയ്യുന്നത്, പുണ്യം കിട്ടുന്നതാണെന്ന് വിചാരിച്ചാ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ തൗബ ചെയ്യൂല. നല്ല കാര്യം തൗബ ചെയ്യണ്ടല്ലോ. അതുകൊണ്ടാണ് ഉളുഹിയ്യത്തിന് ബലിമൃഗത്തെ കൊടുക്കാത്ത ആളുകൾ പോലും, ഒരു ഷെയർ പോലും ചേരാത്ത ആളുകൾ പോലും ഇതുപോലുള്ള ബിദ്അത്തായ കാര്യങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളെ ദാനം ചെയ്യുന്ന ആളുകളെ കാണാം. കാരണം അത് അത്രയ്ക്ക് പുണ്യമാണെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും തൗബ ചെയ്യുകയില്ല. അതുകൊണ്ട് ബിദ്അത്ത് ചെയ്യിക്കാനാണ് ഇബ്ലീസിന് ഏറ്റവും താല്പര്യം ഉണ്ടാവുക എന്ന് സുഫിയാനി സൗരി റഹ്മഹുള്ള പറയുകയാണ്. ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഇസ്ലാം അല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. തെറ്റും കുറ്റവും ഒക്കെ ഒരുപാട് വരും മനുഷ്യന്മാരാണ്. അത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. തൗബ ചെയ്താൽ, ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും എന്ന് പടച്ചോൻ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതും പുണ്യവും പ്രമാണബദ്ധവുമായിരിക്കണം. അത് നമ്മൾ ആരെയും മുന്നിൽ കാണാതെ, ആർക്കും നമ്മൾ പക്ഷപാതികളാകാതെ നേർക്ക് നേരെ നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് തീരുമാനമെടുക്കുക. അതിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ അന്വേഷിക്കുക. അങ്ങനെ നമ്മൾ കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീനുൽ ഇസ്ലാം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ബിദ്അത്തുകളുടെ ലാഞ്ചന പോലും കലരാതെ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സർവാധിനാഥനായ നാഥ അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ മുത്ത് നബിയെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾക്കെല്ലാവർക്കും നീ പൊറുത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും കൂട്ടുകുടുംബങ്ങളും എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഈമാനോടുകൂടി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെടുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്
റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.